ഹായ് ഗെയ്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാനാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന ഡ്രസ്സാണ്. അങ്ങനെ അവൾക്കൊരു ഫംഗ്ഷൻ ഇടാനായിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഇതിലാണ് നമ്മളിന്നൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. കട്ടിങ് സ്റ്റിച്ചിങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റിൻ്റെ പീസ് മുകളിൽ ഉള്ള പോർഷനും ബാക്കി താഴോട്ടുള്ള സ്കേർട്ട് പോർഷനുമാണ്. ശേഷം അതിനെ നമ്മളിതാ നാലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൂട്ടി നമ്മളിതാ തുണി ഇങ്ങനെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് ഇവിടെ എനിക്ക് ടോട്ടൽ ലെങ്ത് 14.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ 15.5 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത്. 15.5 മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെയും കൂടെ 15.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനിവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ശേഷം ഷോൾഡറായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. കൈക്കുഴി കുറച്ച് പിന്നീട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. നമ്മളിതാ ആം ഹോൾ ഞാനിവിടെ 6 ഇഞ്ച് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത്. 6 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ ലെങ്ത് സാധാരണ വരുന്നത് 10.5 ഇഞ്ചാണ്. വേസ്റ്റ് അല്ല, ചെസ്റ്റ് സൈസ് 10.5 ഇഞ്ചാണ്. ഞാൻ എന്താ ഇവിടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 12.5 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ശേഷം അതിൻ്റെ താഴെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത പോർഷനിൽ ഞാൻ 1 ഇഞ്ച് കൂടെ കുറച്ച് 11.5 ഇഞ്ചാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. അതിനെ നമുക്ക് താഴോട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിന് ഞാനിവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാനിവിടെ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്ക് നെക്കിൽ ഞാൻ സിബ് വയ്ക്കുന്നുണ്ട് കേട്ടോ. 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് വൈഡായിട്ടുള്ള നെക്കാണ് ഞാൻ എടുക്കുന്നത്. ശരി, അപ്പോൾ ഇവിടെ കൈക്കുഴിയും കൂടെ ഞാൻ ഇങ്ങനെ കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് നമ്മൾ നെക്ക് കട്ട് ചെയ്യൂല, അല്ലാതെ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കും. ലൈനിങ് ഇങ്ങനെ അല്ലാതെ വെച്ചാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നെക്ക് മാത്രം കട്ട് ചെയ്യൂല. കൈക്കുഴി കട്ട് ചെയ്യും. കൈക്കുഴി ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കൈ വെട്ടിയെടുക്കാനായിട്ട്. പക്ഷേ കൈ നമ്മൾ പഫ് സ്ലീവ്സാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര തുണി തികയില്ല. അങ്ങനെ ഞാൻ അഡീഷണൽ കൂടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കിട്ടും, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തുണി മുകളിലിട്ടിട്ട് ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഞാൻ ഇവിടെ ലെങ്തായിട്ട് എടുക്കുന്നത്. അതിന് മുന്നേ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അഡീഷണലായിട്ട് നമ്മൾ എടുത്ത് കൊടുത്തില്ല, അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയെടുക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കും. കാരണം അത് കുറച്ച് ഷേപ്പിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ മൊത്തം ലെങ്തായിട്ട് ഞാൻ എടുക്കുന്നത് 9 ഇഞ്ചാണ്. കാരണം ഞാൻ എലാസ്റ്റിക്കൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 9 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 5 ഇഞ്ച് എടുക്കുകയാണ്. ഈ 5 ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണ്ടത് 8 ഇഞ്ചാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചരിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 8 ഇഞ്ച്. ഇനി ഞാൻ സാധാരണ എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ പോയിൻ്റ്
ഈ പോയിൻറ്റും ഈ പോയിൻറ്റുമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതും അതുപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് കിട്ടുന്നത്. സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ്സ് ഇങ്ങനെ വരച്ചെടുക്കാം. അതുപോലെ നമുക്ക് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പീസ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തുണിത രണ്ടായിട്ട് മടക്കിയിട്ട് അതിനതാ ഇങ്ങനെ കോണോട് കോൺ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡൗട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ തുണിയെ ഇങ്ങനെ ആദ്യം രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം അതിനതാ ഇങ്ങനെ 4ആയിട്ട് കോണിൽ നമ്മളിങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് 10 ആണ് കേട്ടോ. ടോട്ടൽ ഒരു 42 സൈസാണ്. ഞാനിവിടെ 10 എടുത്തു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ 2 സ്ഥലം ഒരേ അളവിന് കിട്ടാനായിട്ട് നമുക്ക് 10നെ കാട്ടി ഒരു 4-5 ഇഞ്ച് കൂടുതൽ ഇവിടെ എടുത്തു കൊടുക്കുക. ഞാനിവിടെ ഒരു 14.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 14.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 10 കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്കിതാ കറക്റ്റ് 10 കിട്ടി. 10 അപ്പോൾ കുറച്ചുകൂടെ മുകളിൽ വെച്ച് നമുക്ക് 10 കിട്ടുന്ന രീതിയിൽ നമുക്ക് വെച്ചതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരുപാട് കോണിച്ച് പോകില്ല. ഇവിടെ നമുക്ക് ഒരേ ഇതായിരിക്കും കിട്ടുന്നത്. എനിക്ക് ടോട്ടൽ ലെങ്ത് 46 ആണ് വേണ്ടത്. മുകളിലത്തെ യോക്ക് പോർഷൻ്റെ 14 കൂടെ കുറച്ചിട്ട് 32 ഇഞ്ചാണ് ഞാൻ താഴോട്ട് എടുത്തു കൊടുക്കുന്നത്. ശേഷം നമ്മളിതാ ഇവിടെ നിന്ന് ഇതുവരെ 32 ഇഞ്ചാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഇത്രയും ബാലൻസ് വരുന്നുണ്ട്. അവിടെ നമുക്ക് കട്ട് പീസ് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് വെട്ടി കൊടുക്കാം. അളവെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടുന്ന് ആകെ നമ്മൾ 32 ആണ്. 32 കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ശേഷം ടേപ്പ് ഇങ്ങോട്ട് നീക്കി വെച്ച് നമ്മൾ കറക്റ്റ് 32 തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഞാനൊരു തയ്യൽ തുമ്പിനൂടെ വേണ്ടിയിട്ട് 33 ആണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് അളന്ന് കൊടുക്കാനുള്ളത്. ഓക്കെ, ശരി, ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ഞാൻ എപ്പോഴും അളന്ന് കൊടുക്കുന്നതിനെക്കാട്ടി ഒരല്പം കൂടി മാറ്റിയാണ് വെട്ടി കൊടുക്കുന്നത്. കാരണം ഞാൻ തയ്യൽ തുമ്പൊക്കെ അടിച്ചു വരുമ്പോൾ എനിക്ക് തുണി കുറഞ്ഞു പോകാനുള്ള സാഹചര്യം വന്ന് കണ്ടിട്ടുണ്ട്. അതുമല്ല എനിക്ക് പുറത്തോട്ടൊക്കെ തച്ച് കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ അളവിനെക്കാട്ടിയും കുറച്ച് പിച്ച ഇട്ടാണ് തച്ച് കൊടുക്കുന്നത്. എങ്ങാനും അവർ തരുന്ന അളവിനെക്കാട്ടിയും കുറച്ചുകൂടെ ടൈറ്റ് എങ്ങാനും ആവുന്നതിനെക്കാട്ടി ലൂസായാൽ നമുക്ക് അടിച്ചെടുക്കാം അല്ലോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത്ര ഒരു പീസ് തുണിയും കൂടെ വേണം. അത് ഞാൻ ഒരു എക്സ്ട്രാ തുണി വെച്ച് മുകളിൽ നിന്ന് വെട്ടി മാറ്റിയില്ലേ, ആ തുണി തന്നെ അങ്ങനെ ഒരു എക്സ്ട്രാ പീസ് വെട്ടിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ സാധാരണ ഒരു പീസ് മടക്കി ഇട്ടിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ആ നീളത്തിന് വെച്ച് കൊടുത്തിട്ട് ആണ് ഇങ്ങനെ വെട്ടിയെടുത്തത്. അതുപോലെ നമുക്കിങ്ങനെ എക്സ്ട്രാ പീസ് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് വെട്ടിയെടുക്കാനുള്ളത് ഉണ്ട്. പിന്നെ നമുക്കിതിൽ വെക്കാനുള്ള ഫ്രില്ല് വെട്ടിയെടുക്കണമേ. 9 ഇഞ്ച് വീതിയിൽ ഞാൻ ഇങ്ങനെ താഴെ ഫ്രില്ല് വെക്കാനുള്ളത് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. നമുക്കിത് ഫുൾ ലെങ്ത് ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ലെങ്തിന് ഫ്രില്ല് കൊടുക്കുന്നത്. ഓക്കെ, വള്ളിക്കും കൂടെ വെട്ടി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എത്രയാണോ വേണ്ടുന്നതിനനുസരിച്ച്. ഞാനിവിടെ ഏകദേശം ഒരു 3 ഇഞ്ചോളം വീതിയിലുള്ളൊരു വള്ളിയാണ്. ഇത് 3-3.5-4 ഇഞ്ചോളം വരും. അങ്ങനെയാണ് നമുക്ക് എത്രയാണോ, അത് ഓപ്ഷണലാണ്. നമുക്ക് വള്ളി വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എത്രയാണോ നീളം, എത്രയാണോ വീതി, അതിനനുസരിച്ച് എടുത്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് സ്റ്റിഫായിട്ടുള്ള വള്ളി എനിക്ക് തയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര വീതിയിലുള്ള വള്ളി ഇത്ര നീട്ടത്തിലാണ് എടുത്ത് കൊടുക്കുന്നത്. ഞാൻ പിന്നീട് ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കും. ഓക്കെ, ശേഷം ലൈനിങ് ഞാനിവിടെ നേരത്തെ ഇട്ട് കൊടുത്തതുപോലെ ഇട്ട് കൊടുത്തിട്ട് 33 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ നമുക്ക് നല്ല തുണി അതിൻ്റെ മുകളിലിട്ട് വെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ അളന്ന് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇവിടെ നല്ല വശം ഞാൻ തിരിച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ലൈനിങ് തുണിയോട് ചേർത്ത് നമ്മൾ നല്ല വശം തിരിച്ചിട്ടിട്ട് അതിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ശേഷം ഇവിടെ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സിബാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഏകദേശം അതിൻ്റെതാ ഒരു കുറച്ച് പോർഷൻ വിട്ടിട്ട് 2 ഇഞ്ച്
വിട്ടിട്ട് ബാക്കിയുള്ളത്രയും ഞാനിങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും നമുക്ക് ലൈനിങ്ങിൽ വെച്ച് പതിച്ച് അടിച്ചെടുക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു മുട്ടിപ്പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ അടിച്ചെടുക്കാം. ഇതിൻ്റെ സിബിൻ്റെ വീഡിയോ ഞങ്ങൾ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇൻവിസിബിൾ സിബാണ് ഇതിൽ വെച്ചത്. പക്ഷേ ഞങ്ങളത് വെച്ചപ്പോൾ വിസിബിൾ ആയിപ്പോയി. കാരണം ഞങ്ങൾ സിംഗിൾ ഫുട്ട് ഇട്ടല്ല അടിച്ചത്, നോർമൽ മെഷീനാണ്. അപ്പോൾ അതിൽ ഡൗട്ടുള്ളവർ നമ്മുടെ ഷോർട്ട്സ് ഒന്ന് കണ്ടു നോക്കുക. ശേഷം ഞങ്ങളിങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത് ബാക്ക് പോർഷനാണ് വെട്ടിക്കൊടുക്കുന്നത്. ഇങ്ങനെ വെട്ടിക്കൊടുത്തതിന് ശേഷം അവിടെ ചെറിയ ചെറിയ കട്ടുകളിട്ടെടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്നതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ പോർഷൻ നല്ല ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുട്ടി കുട്ടി കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിതാ കട്ടുകളിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ തിരിച്ചിട്ടെടുത്തതിന് ശേഷം നമ്മൾ ഒരു മടക്കിയടി അല്ലെങ്കിൽ ഒരു പതിച്ച് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്കതായി കാണിക്കുന്നത് പോലെ നമുക്കതായി ഇവിടെ പതിച്ചടിച്ചെടുക്കാം. ഞങ്ങളിവിടെ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ സിബൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്കും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ ഇവിടെ നമ്മൾ പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഫ്രണ്ട് പോർഷൻ നമ്മൾ അടിച്ച് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല. അത് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഈ തയ്യൽ തുമ്പ് അകത്ത് പോകുന്ന രീതിയിലാണ് തച്ചെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ലൈനിങ് പതിച്ചടിച്ച് കൊടുക്കാത്ത ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മിക്ക വീഡിയോസിൽ ഇത് ക്ലിയറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി സ്പീഡ് കൂടി പോയെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്നുകൂടെ കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഇതൊന്നുകൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. മതിയാ അത് അടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയി ക്ലിയറായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ സൈഡും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് പതിച്ചിട്ട് അടിച്ചു കൊടുക്കാം. പതിച്ചടിച്ചെടുക്കാം. ഓക്കെ. ഇനി നമുക്ക് സ്ലീവ്സാണ് അടിച്ചെടുക്കാനുള്ളത്. അങ്ങനെ ആദ്യം നമ്മൾ ഒരു 5 ഇഞ്ച് നമ്മൾ നീളത്തിനെടുത്തില്ലേ, ആ പോർഷനിലാണ് നമ്മൾ ആദ്യം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കൈയുടെ താഴെ എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അങ്ങനെ നമുക്ക് 2 കൈയിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. കയ്യിൽ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ തുമ്പോടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 10 ഇഞ്ച് നീളത്തിനുള്ള എലാസ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ പകുതിയുള്ള എലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ശരി, എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് ഏകദേശം ഇത്രയും ഭാഗമാണ് നമുക്ക് വെളിയിൽ കാണേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് മാറുന്ന രീതിയിൽ, തയ്യൽ തുമ്പിൻ്റെ അവിടെ വരാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എലാസ്റ്റിക് കയറി കഴിഞ്ഞതിന് ശേഷം എലാസ്റ്റിക് ഒന്ന് വലിച്ച് അടിച്ചു കൊടുക്കാം. ഓക്കെ, കിട്ടിയിട്ടുണ്ടേ. നമുക്ക് 2 കൈയും കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്നത് അറ്റാച്ച് ചെയ്തെടുക്കാം. കൈക്കുഴിയുടെ അവിടെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് കൈയുടെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മളൊരു ബോട്ടം പീസ് ഒരു ചെറിയ തുമ്പ് എക്സ്ട്രാ ആയിട്ട് മുറിച്ച് വെച്ചില്ലേ, അതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഒരു ചെറിയ തുമ്പ് മുറിച്ച് വെച്ചില്ലായിരുന്നു, ആ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണേ. ഇത് നമ്മൾ വള്ളി അടിച്ചു കൊടുക്കുന്നതാണേ. നമുക്കിതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആദ്യം ഒന്ന് കോൺ പോലെ അടിച്ചിട്ട് പിന്നെ നമുക്കത് ഫുൾ താഴെ അടിക്കുക. എന്നിട്ട് തിരിച്ചിട്ടെടുക്കാം. വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നമ്മൾ അടിക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ ബോഡി നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മളിതാ വള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ താഴെ എത്താറാവുന്നതിന് കുറച്ച് മുന്നേ നമുക്ക് ഈ വള്ളിയും കൂടെ ഇങ്ങനെ വെച്ചൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് താഴത്തെ പോർഷൻ നമ്മൾ ഓവർലോക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓവർലോക്കൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആ തയ്യൽ തുമ്പ് നൂലിങ്ങനെ പിഞ്ച് പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ മടക്കി അടിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ അടിച്ചെടുക്കുക. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും.
താഴത്തെ തുമ്പെല്ലാം ദാ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സെൻറ്റർ പോർഷനായിട്ട് എടുക്കുന്നത്. അവിടെ ദാ നമ്മളിങ്ങനെ എടുത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ പാവാടയുടെ സെൻറ്റർ പോർഷൻ ദാ ഇങ്ങനെ നല്ല വശം ദാ ഇങ്ങനെയായിട്ട് ദാ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം. പാവാടയും ലൈനിങ് നമ്മൾ രണ്ട് വശവും എന്താ ഇങ്ങനെ ലൈനിങ്ങും നല്ല തുണിയും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അത് ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നൂലൊക്കെ പിഞ്ച് പോവും. നമ്മൾ ഓവർലോക്കിന് പോലെ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ശരി, അപ്പോൾ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ബോഡി പാർട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് കൂട്ടി അടിക്കാനുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റാണ് കൂട്ടി അടിക്കുന്നത്. അതിനുശേഷം എന്താ താഴെ നമുക്കൊരു ഫ്രില്ല് കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട്. താഴെ ഈ ഭാഗം നമ്മൾ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ട്. നൂലൊന്നും പിഞ്ച് വരാതിരിക്കാനാണ് നമ്മൾ മടക്കി അടിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്കിത് ഇത്തിരി നീട്ടത്തിന് ഒരു ഫ്രില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഫ്രില്ലിൻ്റെ താഴെയും ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ തുമ്പിലൊക്കെ വരുമ്പോൾ വൃത്തികേടായിരിക്കും. ഇങ്ങനെയാണ് വരാനുള്ളത്. നമുക്കിത് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അപ്പോൾ തിരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ വരും. താഴെ മടക്കി അടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ. അവിടെ എവിടെയുള്ള പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി നമുക്ക് ഈ താഴെ ഭാഗം അടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളിവിടെ ഒരു പോർഷനിൽ ബോഡി അടിച്ചിട്ടില്ലായിരുന്നല്ലോ, ഇവിടെ ഒന്ന് ബോഡി അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ ദാ ഈ വള്ളി അതോട് ഇങ്ങനെ വെച്ച് വേണം അടിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നിട്ട് വള്ളിയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പുറത്ത് ഏത് ഭാഗത്താണ് വള്ളി അടിച്ച് അവിടെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതൊന്നിങ്ങനെ ക്ലോസ് ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും ലൈനിങ്ങും ചേർത്ത് പിടിച്ചിട്ട് ഏകദേശം ഇവിടുന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് യോക്ക് പോർഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 3 ഇഞ്ചോളമാണ് നമ്മളിത് ഒരുമിച്ച് അടിക്കാനുള്ളത്. ഇങ്ങനെ ഒരുമിച്ച് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിന് ശേഷം നമ്മൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നല്ല തുണി ഇങ്ങനെ അടിച്ചെടുക്കും. ഇപ്പോൾ ഓവർലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കും. അതിന് ശേഷം നമ്മുടെ ലൈനിങ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അടിച്ചെടുക്കും. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഇവിടെ വന്ന് കൂടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോഴും അങ്ങനെ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പുറകിൽ വള്ളി ഉള്ളത് കൊണ്ട് കെട്ടി ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ ഇട്ട് കാണിക്കാൻ പറ്റി. എന്തായാലും സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഞങ്ങളൊന്ന് ഇട്ട് കാണിക്കാമെന്ന് കരുതി. അങ്ങനെ താക്കുച്ചി ഇട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. താഴെ നമ്മൾ ഫ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലെയറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കൈയൊക്കെ കൊച്ചിന് നല്ല വലുതാണ്, എന്നാലും നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഇൻവിസിബിൾ സിബിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതോടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.